നാളുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ എത്ര പേർക്ക് ഞാൻ ജോലി തന്നു? നിങ്ങൾ ഒരു 2 പേർക്ക് പോലും ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തുണ്ടാക്കാൻ വരികയാണ്? നിങ്ങൾക്ക് എത്ര വരുമാനം കിട്ടി? അവിടെ ഇവിടെയും മറ്റൊരു ജോലി ചെയ്തവർ 8-10 ജോലി ചെയ്തവർ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒലിവിയ ഡിസൈൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകൾ, പക്ഷേ ഈ വീഡിയോ തികച്ചും വേറൊരു ലെവൽ സാധനമാണ്. അതായത് ഇവർ കുറച്ച് കാര്യങ്ങൾ അൽത്താഫിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കൗണ്ടർ അടിക്കുന്ന കാര്യങ്ങളും കുറച്ച് വോയിസ് റെക്കോർഡുകൾ അടക്കം പിന്നെ കുറച്ച് തെളിവ് അടക്കം ഈ വീഡിയോയിലുണ്ട്. മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. നിങ്ങൾക്കും അതേ അനുഭവം അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റും ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ അൽത്താഫിന്റെ വീഡിയോയിൽ അവർ പറഞ്ഞ ഒരു കാര്യം ഞാൻ അങ്ങ് പൊളിച്ചടുക്കുക, ഒന്ന് കണ്ടേക്കാം. എന്റെ സ്ഥാപനത്തിൽ നിന്ന് ഈ 15,000-ന് താഴോട്ട് കമ്മീഷൻ മേടിച്ച ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. അവര് കൃത്യമായ പ്രൂഫുമായിട്ട് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറയുന്ന എന്ത് ഇത് ഞാൻ അപ്പൊ ഓക്കെ, പറയുന്ന എന്തും നേരിടാൻ നമ്മുടെ ചേച്ചി തയ്യാറാണ്. പറയുന്ന എന്തും നേരിടുമല്ലോ. ഈ പറയുന്ന പോലെ 15,000-ന് താഴെ ഉള്ള ചെക്ക് മതിയാവോ? വേറെ ഇതിന്റെ അപ്പുറം എന്തെങ്കിലും തെളിവ് വേണോ ചേച്ചിക്ക്? 15,000-ന് താഴെയുള്ള ചെക്കിന്റെ എവിഡൻസ് മതിയാവോ? അത് ഒരു ചെക്കൊന്നുമല്ല, ഒന്നിലധികം ചെക്ക്. ഈ ഒലിവിയുടെ അതേ സൈനുള്ള, അതേ ഒപ്പുള്ള, അതേ ഈ സാധനമുള്ള ആ ചെക്ക് മതിയാവോ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അതിന്റെ ഒരു 2-4 ഫോട്ടോസ് അങ്ങ് കാണിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ചേച്ചി പറയുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്യുമോ? വേറെ ഒന്നും വേണ്ട. ഈ ഓരോരുത്തർക്ക് ഈ പറഞ്ഞതുപോലെ 15,000-ന് താഴെ സാലറി കൊടുത്തില്ലേ, അവർക്ക് ഓരോരുത്തർക്കും ഒരു 10 വേണ്ട, ഇത്രയൊക്കെ ചെയ്തല്ലേ, ഒരു 20 ലക്ഷം രൂപ വെച്ച് അങ്ങ് കൊടുക്ക് ചേച്ചി. ഒരു കാര്യം ഈ 15,000 രൂപയ്ക്ക് താഴെ ചെക്ക് എഴുതി ഈ ആവശ്യമില്ലാത്ത കള്ള ഫൈനും ഓരോന്നും പറഞ്ഞ് ഓരോ പെനാൽറ്റി ഈടാക്കിയ അവർക്ക് ഒരു 20 ലക്ഷം രൂപ വെച്ച് ചേച്ചി അങ്ങ് കൊടുക്കുക. അപ്പോൾ അവിടെ തീരും ആ പ്രശ്നം. തീരുമെന്നല്ല, ഒരു പരിഹാരമാവും. എന്തായാലും പറയുന്ന കാര്യം ചെയ്യുന്നല്ലേ പറഞ്ഞു. അപ്പോൾ 1-2 ചെക്കുകളെയും കാണിക്കാം. ഇതാ കണ്ടോ, ഇതിൽ ഫോർ ഒലിവിയ എന്ന് പറഞ്ഞിട്ട് അവരുടെ സൈനുള്ള ഒരു ചെക്കാണ്. 9,830 രൂപയാണ് അവിടെ ഉള്ളത്. അടിച്ചിട്ടുള്ളത് ഡേറ്റ് 10/1/2024 ആണ് ആ ചെക്ക്, ആ ഒരു സാധനം ചെക്ക് പോയിട്ടുള്ളത്. അടുത്ത് ഇനി കാണിക്കാം, ഇനിയുണ്ട്. അടുത്ത് ഒലിവിയ സാലറി കമ്മീഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് എമൗണ്ട് 12,858, 10% കമ്മീഷൻ, ലീവ് ലെസ്. അടുത്ത മൊത്തത്തിൽ ടോട്ടൽ ബിസിനസ് 14,000 ലെസ് പോസ്റ്റൽ 14,287, എല്ലാം കൂടി കഴിഞ്ഞ് ബാലൻസും കൂട്ടി കഴിച്ച് 12,858. ഇത് 15,000-ന് മുകളിലാണോ ഈ 12,858 എന്ന എമൗണ്ട് ഒന്നും എനിക്കറിയില്ല. അടുത്ത ഒലിവിയ സാലറി കമ്മീഷൻ സ്ലിപ്പ് വേറെ ഒരെണ്ണം 10,581. അപ്പോൾ ഇതൊക്കെ 15,000-ന് താഴെയാണോ മുകളിലാണോ എന്ന് ഇപ്പോൾ എനിക്കൊരു ഡൗട്ടായി. ചേച്ചി ഇങ്ങനെ 15,000-ന് താഴെയുള്ള സ്ലിപ്പ് കാണിച്ച വിഷയം ചെയ്യുന്നില്ല, 15,000-ന് അല്ലേ. അടുത്ത് ഈ പറയുന്ന പോലെ ഫോർ ഒലിവിയ അവരുടെ ചെക്കിന് 6,592. അടുത്ത് 10,930. ഇതൊക്കെ എന്തോന്നല്ലേ? അപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരാ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ എന്തും ചെയ്യാമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സാലറി സ്ലിപ്പുകളും ഈ കമ്മീഷൻ സ്ലിപ്പുകളും ആരുടെ, നമ്മൾ ആരെങ്കിലും കള്ള എഴുതി വെച്ചതാണ്? നിങ്ങൾ സൈനിട്ട നിങ്ങളുടെ അവിടുത്തെ സാധനമാണ് ഈ സാധനം. അപ്പോൾ ഇതിന് ഉത്തരം നിങ്ങൾ തന്നെ തരേണ്ടി വരും. നിങ്ങൾ വ്യക്തമായ രീതിയിൽ ഇതിന് എക്സ്പ്ലനേഷൻ തരണം. പിന്നെ എന്തും ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 10-20 വേണ്ട, 20 ലക്ഷം രൂപ വെച്ച് എല്ലാവർക്കും കൊടുക്കും. അവിടെ ഈ 15,000-ന് താഴെ നിങ്ങൾ സാലറി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വെട്ടിത്തിരിച്ചവർക്കും ഒരു 20 ലക്ഷം രൂപ വെച്ച് കൊടുക്കും. അപ്പോൾ അതങ്ങ് തീരട്ടെ. അങ്ങനെ ആ പ്രശ്നം തീർന്നില്ലെങ്കിൽ ഓക്കെ, ഞാനത് പറഞ്ഞ് പരിഹരിച്ചങ്ങ് തരാം. സന്തോഷമായില്ലേ ചേച്ചിക്ക്? അടുത്ത് വേറൊരു സാധനം ഞാൻ കൊടുക്കാം. ഇവർ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, എന്താ ഫ്രീ ഫുഡ്, അത് പണ്ടെങ്ങാണ്ട് ഞാൻ പറഞ്ഞു വിട്ടൊരു സാധനമായിരുന്നു അല്ലേ, പണ്ടെങ്ങാണ്ട്. ഇപ്പം ശരിയായി തരാം, നോക്ക്. ഒലിവിയ ഡിസൈൻസ് അടൂരിൻ്റെ ഓൺലൈൻ ഓഫീസിലേക്കുള്ള ഒരു ജോബ് വേക്കൻസിയുടെ ആഡാണിത്. 250ഓളം വേക്കൻസികൾ നിലവിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് എല്ലാ ആഴ്ചയിലും നമ്മൾ ആഡ് നൽകുന്നത്. എല്ലാ ശനിയാഴ്ചയും ഒലിവിയയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ ഉള്ളത്. 26 വയസ്സിന് താഴെയാണ് പ്രായപരിധി. ബില്ലിംഗ്, അക്കൗണ്ടൻറ്റ്, സൂപ്പർവൈസർ, ഓൺലൈൻ എക്സിക്യൂട്ടീവ്സ് എന്നിവയാണ് നമുക്ക് നിലവിലുള്ള വേക്കൻസികൾ. സാലറി 25,000-ഉം 3 നേരം ഫുഡും ഹോസ്റ്റലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അടൂരിന് 26 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഡെയിലി പോയി വരാവുന്നതാണ്. ഈ ഒരു ജോലിയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പിൽ നിങ്ങളുടെ പേര് മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്യാൻ പാടുള്ളതല്ല. ഒലീവിയയുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റായിട്ടാണ്. ഒലീവിയയുടെ ഓഫീസ് വരുന്നത് ഒലീവിയയുടെ സ്വന്തം ബിൽഡിങ്ങിൽ അടൂരിൽ തന്നെയാണ്. ഒലീവിയ ഡിസൈൻസ് അടൂരിന്റെ ഓൺലൈൻ ഓഫീസിലേക്കുള്ള ഓക്കെ. അപ്പോൾ ഇതില് എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ പോലെ ഒലീവിയയില് ഫ്രീ ഫുഡ് ആണ് കാര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്താ? അവിടെ അങ്ങനെ ഒന്നുമില്ല, അത് പണ്ടത്തെ സാധനമായിരുന്നു, പണ്ടത്തെ പരസ്യമായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പറഞ്ഞതുപോലെ അതൊന്ന് കേൾക്കാല്ലേ? കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഫ്രീ ഫുഡ് ഞാൻ പറഞ്ഞിട്ടില്ല. അത് വർഷങ്ങൾക്ക് മുമ്പുള്ള പരസ്യം. ഞാൻ ഇപ്പൊ കൊടുക്കുന്ന എന്റെ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാകുമ്പോൾ അവർ പഴയ ആളുകളെല്ലാം അവിടെ കിടക്കും. ഡിലീറ്റ് ചെയ്തിട്ടില്ല. അന്ന് ഫുഡ് ഫ്രീ ആയിരുന്നു. അന്ന് ഫുഡ് ഫ്രീ. ആ ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞ ടൈമിൽ എന്റെ ഓഫീസിൽ ഫുഡ് ഫ്രീ. ആ പരസ്യം കണ്ടു വന്ന കുട്ടികൾ പറയുന്നത് ഇതിന് മുമ്പ് അവർ നിങ്ങൾ പറഞ്ഞു പറയുന്നതാണ് ഫുഡ് നേരത്തെ ഫ്രീ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അവർക്ക് ഫ്രീ അല്ല. കാര്യം പറയാം, ആ ഫുഡ് ഫ്രീ ആക്കിയ സമയത്ത് എന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം. 599 699 ഒക്കെ ആയിരുന്നു നമ്മുടെ കുർത്തീസ് റേഞ്ച്. 1000 മുന്നോട്ട് 800 മുന്നോട്ട് പോയിട്ടില്ല, ആ റേറ്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ ഫുഡ് ഇവർക്ക് ഫ്രീ കൊടുക്കും. പിന്നീട് ഞങ്ങൾക്ക് വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സിന് ഒന്ന് റേറ്റ് കുറച്ച് കൊടുക്കാം എന്നുള്ള രീതി 499 ഒക്കെ ആയി. ഫ്രീ ഷിപ്പിംഗ് കൂടെ. ആ ഫ്രീ ഷിപ്പിംഗ് കൂടെ ആയപ്പോൾ ഞങ്ങൾക്ക് ഈ ഫുഡിന്റെ എമൗണ്ട് കൂടെ താങ്ങാൻ പറ്റില്ല. ഇനി ഈ 599 കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് 20 ഓർഡർ കിട്ടിയെങ്കിൽ ഈ 499 അപ്പോൾ 40 ആയി. അപ്പൊ ഇവർക്ക് 25,000 എന്നുള്ളത് 35-40 ആയപ്പോൾ പിന്നെ അവർക്ക് ഫുഡിന്റെ ഒരു ചെറിയ എമൗണ്ട് കൊടുക്കാൻ ബാധിച്ച് പറ്റുമല്ലോ. അത് ഞാൻ ചോദിക്കട്ടെ. ഓക്കെ, ഈ പറഞ്ഞതുപോലെ പണ്ടത്തെ പരസ്യമാണ്, ഇപ്പോ അത് ഇല്ല എന്ന്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും വലിയ അപകടമായി ഇത്രയും പരസ്യങ്ങളും കാര്യങ്ങളും ചെയ്ത് ഒരു നടത്തുന്ന ഒരു സ്ഥാപനമാണ്, അവിടെ കാണിക്കേണ്ട ഒരു മിനിമം ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഉള്ള പരസ്യം ഇപ്പം മാറ്റി നിലവിൽ അങ്ങനെ ഫ്രീ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നുകിൽ പഴയ പരസ്യം ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം പറ ഒലിവിയ ചേച്ചി, എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പരസ്യം ചെയ്തിടണം. ഇപ്പോൾ അവിടെ ഹോസ്റ്റൽ അങ്ങനെ ഫ്രീ ഫുഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന്. ഇത് അയ്യോ അത് ഞാൻ വിട്ട്, അത് പഴയ പരസ്യം എന്ന് പറഞ്ഞ് എഴുത്തല്ല ചെയ്യേണ്ടത്, മനസ്സിലായ? അത് നിങ്ങളുടെ മെയിൻ മിസ്റ്റേക്കാണ്. കാരണം ഇപ്പോഴും നിങ്ങളെ പരസ്യം കണ്ടിട്ട് ഇപ്പോഴും അവിടെ കുട്ടികൾ വന്നതായി എനിക്ക് മെസ്സേജ് പേഴ്സണലി അയച്ചു, മനസ്സിലായ? ഇപ്പോഴും നിലവിലിപ്പോൾ ആ കുട്ടി അവിടെ ജോലിയൊന്നും ചെയ്യുന്നില്ല. ഒരുപാട് പേര് അയച്ച കൂട്ടത്തിൽ ഒരു കുട്ടി അപ്പോൾ നിലവിൽ ജോലി ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ ഒരു പരസ്യം കണ്ടിട്ടാണ് അവിടെ പോയി ചേർന്നതെന്ന് പലരും പറയുന്നുണ്ട്, മനസ്സിലായ? അങ്ങനെയുള്ള ഒരു സ്ഥിതിക്ക് അതിനുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾ തന്നെയാണ് തരേണ്ടത്. നിങ്ങളെ ഉത്തരവാദിത്തം തന്നെയായിരുന്നു നിങ്ങൾ ആ കാണിച്ചു കൂട്ടിയ പരിപാടികൾ. എന്തായാലും ഇനി കുറച്ച് 1 2 4 3 വോയിസ് ഉണ്ടേ എൻ്റെ പൊന്നടാവേ. ഈ ഒരു ശമ്പളം മൊത്തം വെട്ടിക്കുറച്ച് ഫൈന് പോകുന്ന വോയിസ് എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്തായാലും ഞാൻ കേട്ട് തഴമ്പിച്ച് നിങ്ങൾ ആ വോയിസ് അത്രയും കേൾക്കണം. കേട്ടിട്ട് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇതുപോലെ എനിക്ക് തെളിയിക്കാനുണ്ട്, അതും കൂടി നമുക്ക് കാണാം. എന്നിട്ട് ഇനി ബാക്കി നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ കേട്ട് ഞെട്ടിയുടെ വോയിസുകളൊക്കെ നിങ്ങളും കേട്ട് ഞെട്ട്. നാളുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ എത്ര പേർക്ക് ഞാൻ ജോലി തന്നു? നിങ്ങൾ ഒരു 2 പേർക്ക് പോലും ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തുണ്ടാക്കാൻ വരികയാണ്? നിങ്ങൾക്ക് ഇത്ര വരുമാനം കിട്ടി, അവിടെ ഇവിടെയും മറ്റൊരു ജോലി ചെയ്തവർ 8-10 ജോലി ചെയ്തവർ ഇത്ര വരുമാനം കിട്ടി, ഇത്ര സന്തോഷകരമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എത്രയോ പേർ പെട്ടിട്ട് വിഷമിക്കുന്നതാണ്. യോഗ്യതയുള്ള 2 പേരെ വിളിച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് 2 പേരെ പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഡിപ്പോസിറ്റ് സ്വീകരിക്കാനോ, റാണി പറഞ്ഞ ഫീൽഡിൽ ഇറങ്ങി ഡിപ്പോസിറ്റ് സ്വീകരിക്കാനോ, അല്ലെങ്കിൽ ഗോൾഡ് ലോൺ എടുക്കാനോ, അല്ലെങ്കിൽ മറ്റേ കുർത്ത വയ്ക്കാനോ നിങ്ങളെ പറഞ്ഞു വിടുന്നില്ലല്ലോ. ഞങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ 2 പേർക്ക് പോലും ജോലി കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ അവർ എന്തിനാണ് ഈ സ്ഥാപനത്തിന്? ഞാൻ ഇത്രയും പേർക്ക് ജോലി കൊടുത്ത, ഇത്രയും റിസ്ക് എടുത്ത, ഇത്രയും പേര് എൻ്റെ അന്നം കൂടെ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ 2 പേർക്ക് ഒരു ജീവിതം കൊടുത്തില്ലെങ്കിൽ അങ്ങനെ വ്യക്തി അംഗീകരിക്കാൻ പറ്റില്ല. കർശന നിലപാടാണ്. ഇന്നേക്ക് 30 ദിവസത്തിനുള്ളിൽ 2 പേരെങ്കിലും ജോലി കൊടുക്കാത്തവർ 10,000 രൂപ ഫൈൻ അടച്ചിരിക്കണം. ഒരാൾക്ക് 5,000 രൂപ വെച്ച് 2 പേർക്ക് 10,000 രൂപ ഫൈൻ അടച്ചിരിക്കണം. ഇല്ലാത്തവർ നിർത്തൂ, പോകൂ, ഒരു വിഷയമില്ല. ഞാൻ ഒരു പരാതി പറയുന്നില്ല. ഞാൻ അണ്ണന്റെ ഉദ്ദേശം എന്താണ്? ഒരാൾക്ക് 5,000 രൂപ വെച്ചിട്ട് 2 പേർക്ക്, അതായത് 2 പേർക്ക് അവിടെ ജോലി മേടിച്ച് കൊടുത്തില്ലെങ്കിൽ, വേറെ ആളെ അവർ ആഡ് ചെയ്തില്ലെങ്കിൽ ആളുടെ 10,000 രൂപ വെട്ടിക്കുറയ്ക്കുമെന്നും. പിന്നെ എന്തിനാണ് അവർക്ക് സാലറി എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നത്? വെറുതെ പണിയെടുക്കാനാണ് വന്നത്? എൻ്റെ അണ്ണൻ്റെ അടുത്താണ് ചോദിക്കാറുള്ളത്, ഈ വോയിസ് അണ്ണൻ്റെ അടുത്ത്. വെറുതെ പണിയെടുക്കാനാണ് ഇവരൊക്കെ വന്നത്? മിനിമം ക്വാളിറ്റി കാണിക്കണം കേട്ടാ, മിനിമം ക്വാളിറ്റി. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ മാത്രം പോരാ ഒരു ബിസിനസ്സായ. അവിടുത്തെ സ്റ്റാഫുകളെയും കൂടി നന്നായിട്ട് നോക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഒരു ബിസിനസ് റൺ ചെയ്ത് പോവുക മുന്നോട്ട്. 1 or 2 പേര് വന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ചിലപ്പോൾ വിചാരിക്കാം അവർ ചിലപ്പോൾ ഇങ്ങനെ അസൂയ എന്തെങ്കിലും കൊണ്ടാണെന്ന് നമ്മൾ ചിലപ്പോൾ എഴുതിത്തള്ളും. പക്ഷെ ഒരു കൂട്ടം ഒരുമിച്ച് വന്ന് പരാതി പറയുമ്പോൾ നോട്ട് ഡൈജസ്റ്റീവ് മാൻ, നോട്ട് ഡൈജസ്റ്റീവ്.
ഞാൻ ഡിപ്പോസിറ്റ് സ്വീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം താമസം തരാൻ വേണ്ടി ഒന്നും അല്ല റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത്രയും പേർക്ക് ഞാനൊരു ജീവിതം കൊടുത്തപ്പോൾ 2 പേർക്കെങ്കിലും ഒരു ജീവിതം നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ ആ മൃഗീയ മനസ്സുള്ളവരെ ഒലിവേക്ക് വേണ്ട. ആ മൃഗീയ മനസ്സുള്ളവരെ ഒലിവേക്ക്. മൃഗീയ മനസ്സ് അടിപൊളി, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട ആ വാക്ക്. അത് ആർക്ക് ചേരുന്നതെന്ന് സ്വയമേ ഒന്ന് കണ്ണാടി നോക്കുന്നത് നല്ലതായിരിക്കും. വേണ്ട. ഇന്നേക്ക് 30 ദിവസത്തിനുള്ളിൽ വെറും 2 പേർക്കെങ്കിലും നിങ്ങൾ ജോലി കൊടുത്തില്ലെങ്കിൽ, യോഗ്യതയുള്ള ഒലിവേക്ക് യോഗ്യത വെച്ചിട്ടുണ്ട്, ആ യോഗ്യത അനുസരിച്ച് 2 പേർക്കെങ്കിലും ജോലി കൊടുത്തില്ലെങ്കിൽ 10,000 രൂപ ഫൈൻ അടക്കണം ഇന്നേക്ക് 30 ദിവസത്തിനുള്ളിൽ. അത് 5,000 ഫൈൻ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബില്ല് ഇവിടെ അടിക്കുന്നതല്ല. 100% ഇന്നേക്ക് 30 ദിവസത്തിനുള്ളിൽ 2 പേർക്കെങ്കിലും ജോലി കൊടുത്തില്ലെങ്കിൽ 10,000 രൂപ ഫൈനായിട്ട് അടച്ചിരിക്കണം. താല്പര്യമില്ലാത്തവരൊക്കെ നിർത്തിപ്പോയിക്കോ, ഇന്ന് നിർത്തിക്കോ, ഒരു പരാതിയില്ല. നിങ്ങളെ കണ്ടിട്ടൊന്നും അല്ല ഞാൻ മുന്നോട്ട് പോകുന്നത്. 5 പേര് ഇവിടെ എത്തിയാണെങ്കിൽ എനിക്ക് ഈ ലോകം മുഴുവൻ വെബ്സൈറ്റ് വഴി ക്രിയേറ്റ് ചെയ്യാൻ എനിക്കറിയാം. അതിനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും മനുഷ്യത്വം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യത്തിലെ കാടത്തം പോലെ. ആരുടെ ഇവിടെ മനുഷ്യത്വം കാണിച്ചത് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. സാലറിയിൽ നിന്ന് മൊത്തം പൈസ 10,000-ഉം 20,000 ഒക്കെ വെച്ച് 5,000 ഒക്കെ വെച്ച് കട്ട് ചെയ്ത് കുറച്ചുകൊണ്ട് പോയിട്ട് അവസാനം 5 പൈസ കൊടുക്കാതെ വിടുന്നതാണ് നിങ്ങളുടെ ഈ ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം. അതിൻ്റെ വില എന്താണെന്ന് അതെന്താണെന്ന് അറിയാമോ? പിന്നെ നിങ്ങളുടെ ഭാര്യ പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ഈ വോയിസ് എൻ്റെ ഭർത്താവിൻ്റെ ആണോ എന്ന് തെളിയിക്കാൻ. അങ്ങനെയായി. എടാ എൻ്റെ പൊന്നളിയന്മാരെ, ഇത് വേറെ ലെവല്. അവർ വന്ന് പറയുകയാണ് ഇത് അതിൻ്റെ ഭർത്താവിൻ്റെ ആണെന്ന് തെളിയിക്കാൻ. എനിക്ക് എങ്ങനെ വരണം എന്നറിയാം ഇതൊക്കെ കേൾക്കുമ്പോൾ. അടിപൊളി. ബാക്കി മൃഗങ്ങളെ പോലെ നിങ്ങൾ പെരുമാറുന്നത്. അങ്ങനെ മൃഗങ്ങളെ എനിക്ക് ആവശ്യമില്ല. എനിക്കൊരു ജോലി കിട്ടി, ഞാൻ രക്ഷപ്പെട്ടു. എന്റെ സഹോദരങ്ങൾക്ക് ഒരു ജോലി കൊടുക്കണം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് 2 പേര് ജീവിക്കണം ചിന്തിക്കാത്ത ഒരു വ്യക്തിയെ എനിക്ക് വേണ്ട. ഇന്നേക്ക് 30 ദിവസത്തിനുള്ളിൽ 2 പേരെ കൊണ്ടുവന്നില്ലെങ്കിൽ കർശന നിലവാരം 10,000 രൂപ ഫൈൻ അടക്കേണ്ടി വരും. 100% ഒരു മാറ്റവും ഇല്ല. ഇത് ഒരു തരത്തിലും എന്റെ നന്മപരം അണ്ണ എന്താണ് ഉദ്ദേശിച്ചത്? കർശനമായ നടപടി. ഓക്കെ, ഞാൻ അംഗീകരിക്കത്തില്ല. കഴിഞ്ഞ ദിവസം 10 പുറത്ത് മാറ്റി വെച്ചു, ദിവസങ്ങൾ കഴിഞ്ഞ് അത് തിരിച്ചു വെച്ചു, ഞാൻ ഫൈൻ ഇട്ടു, വീണ്ടും വിട്ടുവീഴ്ച ചെയ്തു. ഇത് 10,000 രൂപ ഫൈൻ അടയ്ക്കാതെ ജോയ്സി ഇനിയും ഇവിടെ ബില്ലടിക്കാം, പക്ഷേ ഫൈൻ 10,000 രൂപ അടച്ചോളാം, സാറിയിൽ നിന്ന് എന്റെ 10,000 രൂപ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒപ്പിടാതെ നാളെ മുതൽ ജോയ്സിയുടെ ഒരു ബില്ലും അടിച്ചേക്കത്. റിസൈൻ ചെയ്തു. 6 ദിവസം കഴിഞ്ഞ് ക്യാഷും തരാം, 6 ദിവസം കഴിഞ്ഞ് മൊബൈൽ തിരിച്ച് വാങ്ങിച്ചു. 10,000 രൂപ ഫൈൻ. 10,000 രൂപ. എന്റെ കസ്റ്റമറെ ഇൻസൾട്ട് ചെയ്താൽ ഏതവളായാലും എന്റെ സ്ഥാപനത്തെ വെച്ച് ഓർപ്പിക്കത്തില്ല. മിനിമം 10,000 എന്റെ ഫൈനാണ്. എന്റെ കസ്റ്റമർ, എന്റെ കിങ് ആണ് എന്റെ കസ്റ്റമർ, എന്റെ അന്നമാണ് കസ്റ്റമർ. ഇവിടെ നിന്നൊക്കെ വന്നാൽ നിങ്ങൾക്ക് എന്റെ കസ്റ്റമറെ ഫാൾട്ട് ആക്കിയാൽ ഒരു രീതിയിലും അംഗീകരിക്കാൻ പോകുന്നില്ല. ജോയ്സി ബില്ലടിക്കണമെങ്കിൽ 10,000 രൂപ എന്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരാതെ ഇവിടെ നാളെ മുതൽ ജോയ്സിക്ക് ബില്ലടിക്കാൻ പാടില്ല. റിസൈൻ ചെയ്തെങ്കിൽ ജോയ്സിക്ക് റിസൈൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല. 6 ദിവസം ബാക്കി ക്യാഷ് തരും, മൊബൈലും തിരിച്ചു തരും. ഇത് 2 പറ്റൂ. നാളെ തൊട്ട് ഇത് കണ്ടീഷൻ അംഗീകരിക്കാതെ ജോയ്സിന് ബില്ലടിക്കാൻ പാടുള്ളതല്ല. ഒരു റീസണുമായിട്ട് എൻ്റെ അടുത്ത് വരരുത്. ഇത് എന്റെ കസ്റ്റമറെ ബാധിക്കുന്നതാണ്. എന്റെ കസ്റ്റമർക്ക് തന്നാൽ ഏതവളായാലും ഒരു വിട്ടുവീഴ്ച എന്ന് പ്രതീക്ഷിക്കണം. ഹലോ ഗൈസ്, എൻ്റെ സാലറിയിൽ നിന്ന് ഒരു 10,000 രൂപ കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുക്കണോ? എടൈ, ഞാൻ പറഞ്ഞാലേ കൂടിപ്പോകും. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും, സത്യം. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും. ഇതിനേക്കാളും നല്ലത് ഒന്നും പറയാനില്ല. ഒരു ഇമ്പോർട്ടൻറ്റ് വോയിസ് ആണ്. ഇന്നലെ ഞാൻ മീറ്റിംഗ് കൂടിയപ്പോൾ നിന്നോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊന്നും കാര്യമില്ല, ലേബറിന്റെ പ്രശ്നം ലേബർ സമർപ്പിക്കേണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അത്ര ആത്മാർത്ഥമുള്ള വ്യക്തി അത് ആദ്യം റിപ്പോർട്ട് കൊടുക്കുകയും ഇന്ന് ലേബർ ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും അച്ഛനോട് നേരിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ ആര് വിളിച്ചാലും ഒരു ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മൾ ചെന്നേ പറ്റൂ. അപ്പോൾ അച്ചു പോലീസ് സ്റ്റേഷനിൽ പോയില്ല, ബുദ്ധിമുട്ടുണ്ടാക്കി. വേറെ 10 വിളിച്ചു, അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇപ്പോൾ ലേബർ ഓഫീസിലും പോകേണ്ടി വരുന്നുണ്ട്. അതായത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ലാഭം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല, ഇതൊരു ചാരിറ്റിയാണ്. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടണം. ഇന്നൊരു 2 വീഡിയോയാണ്. അപ്പോൾ 10-30,000 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. അതോടൊപ്പം മറ്റൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മളെ ഇട്ട് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുകയാണ്. അതിനെ ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ സമയം മെനക്കെട്ടി പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ജിജി എല്ലാവരും കൊണ്ടും ഒരു റവന്യൂ സ്റ്റാമ്പിൽ ഒപ്പിടിച്ച് എഴുതി മേടിക്കണം. വിളക്കൊക്കെ മതി, റവന്യൂ സ്റ്റാമ്പിൽ ഒപ്പിടിച്ച് മേടിക്കണം. ഇനിയും ഇവിടെ എനിക്കോ അച്ഛനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു സ്റ്റാഫിനെ 5,000 വെച്ച് കട്ട് ചെയ്യും. ഇതെന്താണ്? കട്ടിങ് ഷേവിങ് മാത്രമേ ഇവിടെ ഉള്ളൂ, വേറൊന്നും ഇല്ല. എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. കട്ടിങ് ഷേവിങ് ഈ 2 സാധനം ഇവിടെ ഉള്ളൂ. തൊട്ടാ പിടിച്ചാ തീഞ്ഞാ നിന്നാ കട്ടി. ഇതെന്താ ഇത്? ഇപ്പൊ സാലറി ഒന്നും സാധനം ഇല്ലേ സ്റ്റാഫുകൾക്ക്? കട്ടിങ് മാത്രമേ ഉള്ളൂ. എന്തേലും കൊടു, എന്തേലും കുറച്ച് ഒരു പേരിന്. തുവാടാ ഇതൊക്കെ. പറഞ്ഞു മനസ്സിലായോ? ആദ്യം പോട്ടെ. ഇനിയും ഇവിടെ നിൽക്കുന്ന ഇത്രയും പേര്, വാട്സപ്പ് ഇത്രയും പേരിൽ ആരെങ്കിലും
ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി വരികയോ ഒരു ലേബർ ഓഫീസിൽ പോയി വരികയോ അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരാളിൽ നിന്ന് 5000 വെച്ച് കട്ട് ചെയ്യും. കാരണം ഞങ്ങളുടെ മെനക്കറി ഞാൻ കിട്ടുണ്ടാകും. 5000 വെച്ച് ഒരാളിൽ നിന്ന് 5000 കട്ട് ചെയ്യും. ജി പ്രത്യേകം സ്റ്റാഫ് എഴുതി പറയും ഇന്നാൾ ജോലി ചെയ്യുന്നു, ഇവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫ് ബുദ്ധിമുട്ടുണ്ടായി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അത് ആ കുട്ടിയെ വീക്ഷിച്ച് റിപ്പോർട്ട് തരാത്തൊരു കാരണമായി എന്നിൽ നിന്ന് 5000 കട്ട് ചെയ്യാവുന്നതാണ്. കാരണം അവിടെ നിൽക്കുന്ന ആര് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ആദ്യം കെട്ടിപ്പിടിച്ചത് 5 പേരും അതോടൊപ്പം ഇപ്പൊ നിൽക്കുന്നവരും റിപ്പോർട്ട് കൊടുക്കുന്നവരും ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുത്തി ആശ്രയിക്കുമ്പോൾ നിങ്ങളാണ് അവിടെ നിൽക്കുന്ന ഉടായ്പകളെ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആണ്, ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇത് നമുക്ക് തെക്കോട്ട് മറക്കൊണ്ട് നടക്കാൻ പറ്റില്ല. ആദ്യം പോട്ടെ, ഇനിയും ആരിൽ നിന്നും ഒലിവിക്കൽ ബുദ്ധിമുട്ടുണ്ടായാൽ അവിടെ നിൽക്കുന്ന ഇപ്പോൾ വാട്സപ്പ് തന്നാൽ ഉൾപ്പെടെ ഇപ്പൊ 50 പേരുണ്ട്, 50 പേരിൽ നിന്ന് 5000 വെച്ച് കട്ട് ചെയ്യുന്നതാണ്. അവർ കട്ട് ചെയ്യാനാണെങ്കിൽ അവിടെ നടക്കുന്ന ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വീക്ഷിക്കുക. ഇവർ എന്തിനാ വന്നിരിക്കുന്നത്, ഇവർ ഉടായ്പാണോ, ജീവിക്കാനാണോ വന്നേ, ആ ഉത്തരവാദിത്തം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എങ്ങനെ കിട്ടാത്ത ശമ്പളവും ഫെസിലിറ്റിയും തരുമ്പോൾ നിങ്ങളുടെ കുടുംബ അവസരം തരുമ്പോൾ ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് തന്നെയാണ് എന്റെ പോസിബിലിറ്റി. വേറെ ഒന്നും ഞങ്ങളുടെ മുമ്പിലില്ല. അപ്പൊ അത് രജിറ്റപ്പിച്ച് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റല്ലോ. അതിലൊന്ന് കുറച്ച് ജീവിക്കാൻ വന്നെങ്കിൽ അവരങ്ങനത്തെ കഴിവായിരുന്നില്ല. അപ്പൊ ജീവിക്കാമെന്നവരാര്, ജീവിക്കാൻ അല്ലാത്തവരാരെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ മാതൃശക്തി ഒന്നുമില്ല കണ്ടുപിടിക്കാൻ. അതിനാൽ കൂടെ നിൽക്കുന്ന നിങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഓരോ കുട്ടിയും ജീവിക്കാനാണോ അല്ലയോ എന്ന് നിങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഇനിയും ഒരു പോലീസ് കേസോ ഒരു അതിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് 5000 വെച്ച് കട്ട് ചെയ്യാവുന്ന പൂർണ്ണ സമ്മതത്തോടെ ഒപ്പിട്ട് റവന്യൂ സ്റ്റാമ്പിൽ കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ അവർ ഇവിടുന്ന് നിർത്തിപ്പോകാവുന്നതാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉടൻ തന്നെ വെള്ളപ്പത്തിൽ മതി റവന്യൂ സ്റ്റാമ്പ് ഞാൻ മേടിപ്പിച്ചു തരാം. അതുകൊണ്ട് എഴുതിപ്പിച്ച് അവരെ ഹാൻഡ് എഴുതിപ്പിച്ച് ഒപ്പിട്ട് മേടിക്കുക. ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ 50 പേരിൽ നിന്ന് 5000 വെച്ച് കട്ട് ചെയ്യും. കാരണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് തെക്കോട്ട് നടക്കാൻ സമയമില്ല. അവർ ഓരോരുത്തരും വീക്ഷിക്കുന്ന ജോലി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ ത്യാഗം സഹിക്കുമ്പോൾ ഇങ്ങോട്ട് വരിക, അർമാദിക്കുക പോകുക എന്നൊരു സിസ്റ്റം മാറ്റിയത് അങ്ങനെ ആർക്കെങ്കിലും പോലെ ഇപ്പോഴും നിർത്തിപ്പോയി ഒരു വിരോധവും ഇല്ല. പക്ഷേ ഈ സിസ്റ്റത്തിൽ മാത്രം മുന്നോട്ട് പോകും. ഞാൻ സംഭവിക്കുന്ന നല്ലത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലത്, സംഭവിക്കാൻ പോകുന്നത് നല്ലത്. ഇന്നലെ പറഞ്ഞുകൊണ്ടല്ലേ ഇന്ന് പോയി വെച്ച് റിപ്പോർട്ട് കൊടുക്കുകയും ലേബർ ഓഫീസിൽ പോവുകയും ചെയ്തത്. അതുകൊണ്ട് നടക്കുന്നില്ല, എനിക്ക് നല്ലതാണ്. അപ്പൊ ഇനി എഴുതി കൊടുത്തവർക്ക് മാത്രമേ നാളെ മുതൽ ബില്ലടിക്കാൻ അനുവദിക്കൂ. പിന്നെന്ത് അണ്ണന് നല്ലതേ വരൂ, നല്ലത് തന്നെ വന്നുകൊണ്ടിരിക്കണം. എന്തായാലും അണ്ണ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ പരസ്യത്തിൽ 3 മണിക്ക് ജോലി, പിന്നെ അത് കഴിഞ്ഞാൽ ഫുൾ എന്റർടൈൻമെന്റ് എന്ന്. ഇതായിരുന്നു എന്റർടൈൻമെന്റ് ആയിരുന്ന അണ്ണ ഇത്? എന്തോന്നണ്ണ എനിക്കറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിക്കുന്നത്. ഭയങ്കര എന്റർടൈൻമെന്റ് ആണല്ലോ അവിടെ നടക്കുന്നത്. ഇത്ര എന്റർടൈൻമെന്റുകളൊക്കെ എങ്ങനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും അണ്ണ പറ. അടുത്ത് വേറൊരു സാധനം ഞാൻ കൊടുക്കാം. ഇവർ ഭയങ്കര ചാരിറ്റി പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നല്ലോ. ഒരു പോസ്റ്റിന് താഴെ അവർ തന്നെ കൊടുത്തിട്ടുള്ള സാധനം ഞാൻ ഒന്ന് വായിക്കാം. ഇങ്ങനെ ഒരു ജോലി പൊളിയല്ലേ, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണേ. പിന്നെന്ത് ഇപ്പം തന്നെ ചെയ്താൽ തരാം. ഡിസംബർ മുതൽ തകർപ്പൻ മാറ്റങ്ങൾ നിങ്ങൾ മുൻപിൽ ഒലിവിയ കൊണ്ടുവരികയാണ്. ഓരോ സാധാരണക്കാർക്കും ഏറ്റവും ചെറിയ വിലയിൽ ഏത് മോഡൽ കുർത്തീസും വാങ്ങാം. അതുപോലെ ഏറ്റവും ഉയർന്ന സാലറിയിൽ പെൺകുട്ടികൾക്ക് ജോലി. ഓൺലൈൻ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ചെറിയ ലാഭം. ഞങ്ങളുടെ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് ജനുവരി മുതൽ 12 കല്യാണം. കൂടാതെ ഒലിവിയയുടെ കുർത്തീസ് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ ബിസിനസ് ചെയ്യാൻ അവസരം. ഇങ്ങനെ ഒരു സ്ഥാപന പൊളിയല്ലേ, സപ്പോർട്ട് ഉണ്ടാകണേ ഉറപ്പായിട്ടും. ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ജനുവരി മുതൽ കല്യാണം നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞത് എത്ര 10 പിള്ളേർക്കാ? നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് മൊത്തത്തിൽ മുതൽ 12 കല്യാണം. കൂടാതെ ഒലിവിയയുടെ 12 കല്യാണം ജനുവരി മുതൽ കല്യാണം. ജനുവരി മുതൽ 12 കല്യാണം. നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് ജനുവരി മുതൽ 12 കല്യാണം. ജനുവരി മുതൽ 12 കല്യാണം നടത്തി കൊടുക്കുമെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും ദിവസം എത്ര കല്യാണം നടത്തിയായിരുന്നു നല്ലതും? എത്ര കല്യാണം നടത്തി? ഇനിയിപ്പോൾ ചിലപ്പോൾ എനിക്കറിയില്ല കേട്ടോ. ഓഫ് കോഴ്സ് ഞാൻ പറയാം, നിങ്ങൾ നടത്തിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. നടത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതും കാണിക്കുക, തെളിവ് കാണിക്കുക. നടത്തിയോ ഇല്ലയെന്ന് എനിക്കൊരു സംശയം. ഇത്രയൊക്കെ ഉടായ്പകൾ ഇങ്ങനെ ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഇതും ഇനി പറ്റിപ്പാണോ എന്ന് അറിയണമല്ലോ. അതുകൊണ്ട് അതും കൂടി ദയവ് ചെയ്ത് നടത്തിയെങ്കിൽ കല്യാണം നടത്തിയുടെ എവിഡൻസ് കാണിക്കുക കേട്ടോ. പിന്നെ വേറൊരു വീഡിയോ കൊടുക്കാം. ഒരു അടിപൊളി ജോബ് ഓഫറുമായി ഒലിവിയ ഡിസൈൻസ് നിങ്ങൾക്ക് മുന്നിൽ. രാവിലെ 11 മണി മുതൽ വെറും 3 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് 25,000 രൂപ സാലറി കിട്ടിയാലോ? ഹോസ്റ്റലും ഫുഡും ഫ്രീ ആയാലോ? ഈ ജോലിക്കായിട്ടുള്ള പ്രായപരിധി 18നും 28 വയസ്സിനും ഇടയിലാണ്. ക്വാളിഫിക്കേഷൻ +2 എബോവ് ആണ്. രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വർക്കിംഗ് ടൈം. ഇതില് 3 മണിക്കൂർ മാത്രമാണ് നിങ്ങളുടെ ജോലി സമയം വരുന്നത്. ബാക്കിയുള്ള സമയം ഡാൻസും പാട്ടും മറ്റ് ആക്ടിവിറ്റീസുമായി നമുക്ക് അടിച്ചു പൊളിക്കാം. ഇങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഒലിവിയയ്ക്ക് മാത്രമാണ് നൽകാനായി സാധിക്കുന്നത്. ഒരുപാട് ടെൻഷനുകൾ നിറഞ്ഞ ഇന്നത്തെ ഈ ജോലി സാഹചര്യങ്ങൾക്കിടയിൽ വെറും 3 മണിക്കൂർ മാത്രം ദിവസേന വർക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സമയങ്ങളിൽ
പാട്ടും ഡാൻസും മറ്റ് എൻജോയ്മെന്റുമായിട്ട് നല്ല അടിപൊളി ഒരു ജോബ് ഓഫറുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർ ശനിയാഴ്ച 10-നും 1-നും ഇടയിൽ പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജ്വല്ലറിക്കും റിലയൻസ് ട്രെൻഡ്സിനും അടുത്തായിട്ടുള്ള ഒലീവി മതി എവിടെയെങ്കിലും ഇരിക്കട്ടെ, സ്ഥാപനമൊക്കെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 18-28 പ്രായപരിധിയുടെ കണക്കെന്താ? എന്താ 28 വയസ്സ് കഴിഞ്ഞാൽ എന്ത് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പാടില്ലേ? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. അതെനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് അല്ലല്ലോ. അതെന്താ നിങ്ങളെന്തോ മറ്റേ സ്ത്രീകൾക്ക് വേണ്ടി, പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്താ 28 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പാടില്ലേ? എന്നാലും ഒരു 10, 35, 40 വരെയൊക്കെ ജോലി ചെയ്യത്തില്ലേ? അതൊരു ആരോഗ്യവതിയായാലും ആയിരിക്കുമല്ലോ സ്ത്രീകൾ. അതെന്താ 28 വയസ്സ് കഴിഞ്ഞാൽ ഇനി സ്ത്രീകൾ പ്രായം തോന്നും, ലുക്ക് കാണത്തില്ല, അങ്ങോട്ട് പ്രായം തോന്നും, ഏജ് തോന്നും എന്നുള്ളൊരു തോന്നലുകൊണ്ടായിരിക്കുമോ? അറിയാൻ പാടില്ലേ, അതുകൊണ്ടാ. അല്ലാണ്ട് 28 അവിടെ കൊണ്ടിടേണ്ട കാര്യമില്ലല്ലോ. അതിനുള്ള റീസൺ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പറ്റുമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. കാരണം 3 മണിക്കൂർ ജോലി, അത് കഴിഞ്ഞാൽ ഫുൾ എൻ്റർടൈൻമെൻ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ എൻ്റർടൈൻമെൻറ്റ് എവിടെയാണെന്ന് എനിക്കിതുവരെ പിടികിട്ടിയില്ല. 3 മണിക്കൂറിന് ഒരു ദിവസത്തിൽ 30 മണിക്കൂർ ഉണ്ടാകുന്ന അത്രയും ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ള സെറ്റപ്പിലാണ് ഇരിക്കുന്നതെന്നാണ് തോന്നുന്നത് കണ്ടെടുത്തോളം. എന്തായാലും കൂടുതൽ തെളിവുകളുമായി നിങ്ങളുടെ സ്വന്തം അതുൽ വ്ളോഗ്സ് എത്തുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്തൊരു സബ് ചെയ്യുക, എല്ലാം ചെയ്യേണ്ടത് ചെയ്യുക. എന്തായാലും ഒലിവിയ എനിക്ക് അത്ര അങ്ങോട്ട് ഡൈജസ്റ്റീവ് അല്ല. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.